പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിൻ്റെ നാഥൻ. ഈശോയോടും മാതാവിനോടും അധികാരത്തോടെ സംസാരിക്കാൻ സാധിക്കുന്ന മനുഷ്യകുലത്തിലെ ഏക വ്യക്തി വിശുദ്ധ യൗസേപ്പ്. ദൈവമായ ഈശോയുടെ വളർത്തുപിതാവ്, ദൈവമാതാവിൻ്റെ ഭർത്താവ്, ഈശോയോട് പിതാവിൻ്റെ സ്വാതന്ത്ര്യത്തോടെയും പരിശുദ്ധ കന്യകാമറിയത്തോട് ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തോടെയും ഇടപെടാം, സംസാരിക്കാം, അവർ അനുസരിക്കും. ഈശോയിൽ പ്രിയരെ, മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് സ്വർഗീയ പിതാവിനോട് പറഞ്ഞവൾ ഈ ലോകത്തിലെ തൻ്റെ സംരക്ഷകനായ വിശുദ്ധ യൗസേപ്പിനെ നിരസിക്കില്ലല്ലോ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റിയ ഈശോ ഈ ലോകത്തിലെ തൻ്റെ പിതാവായ വിശുദ്ധ യൗസേപ്പിൻ്റെ ആഗ്രഹങ്ങളോട് അതേ വിധേയത്വം കാണിക്കുമല്ലോ. വിശുദ്ധ യൗസേപ്പിൻ്റെ ആഗ്രഹങ്ങൾ നിരസിക്കുകയില്ല. ഈശോയിൽ പ്രിയരെ, പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായപ്പോൾ, കുഞ്ഞിന് ജന്മം നൽകാൻ കാലിത്തൊഴുത്ത് ലഭിച്ചപ്പോൾ, അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കുവാൻ ഈജിപ്തിലേക്ക് ഓടേണ്ടി വന്നപ്പോൾ, ഈശോ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കാണാതെ പോയപ്പോഴും കണ്ടുകിട്ടിയപ്പോഴും വിശുദ്ധ യൗസേപ്പ് മൗനമായിരുന്നു. കാരണം അവരെ അവരായിരിക്കുന്നത് പോലെ കണ്ടറിഞ്ഞു മനസ്സിലാക്കി സംരക്ഷിച്ച വ്യക്തി, എല്ലായ്പ്പോഴും എല്ലാറ്റിനും ദൈവഹിതം തേടിയ വ്യക്തി. അതിനാൽ ആ കുടുംബം തിരുക്കുടുംബമായി. തന്നെ വേദനിപ്പിക്കുന്നതൊന്നും കുടുംബത്തിലും കുടുംബാംഗങ്ങളോടും ഒരിക്കലും ചെയ്യാതിരുന്ന വ്യക്തി. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുവിൻ എന്ന കർത്താവിൻ്റെ കൽപ്പന അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിയ വ്യക്തി. അതായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, ദേവാലയത്തിൽ മറിയവും യൗസേപ്പും യേശുവിനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ, പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നസറത്തിലെ കുടുംബം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കരുതലിലും അധ്വാനത്തിലും സംരക്ഷണയിലുമാണ് വളർന്നു വന്നത്. അതിനാൽ ഭൂമിയിലെ സ്വർഗമായി. ദൈവമക്കളെ, ഈ നോമ്പുകാലം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹം പ്രത്യേകം ചോദിച്ചു വാങ്ങി ആ മഹാവിശുദ്ധനിൽ വിളങ്ങിയിരുന്ന സ്വർഗീയ പുണ്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങൾ, സമൂഹങ്ങൾ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റി ജീവിക്കാം. തിരുക്കുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങ് ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി നൽകണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.